ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 6 വെള്ളി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് ഇന്ന് തിയേറ്ററിലെത്തി ചേർന്നിട്ടുള്ളത്. നവാഗതനായ ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സംഭവം അധ്യായം 1 എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ഫറാസ് മുഹമ്മദ്, ഫഹദ് സിദ്ദീഖ്, ഫൈസ് മുഹമ്മദ് എന്നിങ്ങനെ 3 പേർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, ഫഹദ് സിദ്ദീഖ്, അസ്കർ അലി, വിനീത് കുമാർ, നീതു കൃഷ്ണ, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നവീൻ നജോസാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. അർജുൻ പ്രകാശ് എഡിറ്റിംഗും ഗോഡിൻ തോമസ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ഷാൻ തൻഹ സംവിധാനം ചെയ്യുന്ന ഒരു ഫിസിയോളജിക്കൽ ത്രില്ലർ സിനിമ വെറി ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ഷംസീർ ഖാൻ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ സുനിൽ കുമാർ, ജോമൻ ജോഷി, ശ്രീനാഥ് കാപ്പാടൻ, സജിൻ ലാൽ, കിരൺ സരിക എന്നിങ്ങനെയാണ് താരങ്ങൾ. സജീം പൂവച്ചൽ ഛായാഗ്രഹണവും ബാബുരാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അലി രാഷ, റിജോഷ് എന്നിങ്ങനെ 2 പേരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിൽ നിന്ന 3ാമത്തെ മലയാള സിനിമയാണ് ഫേസസ്. ചിത്രം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിക്കുന്നത് നീലേഷ് ഇ.കെ. ആണ്. കലേഷ് രാമാനന്ദ്, ഹന്ന റെജി, അർജുൻ ഗോപാൽ, സരയു മോഹൻ, ബിറ്റോ ഡേവിസ്, ടി സുരേഷ് ബാബു എന്നിങ്ങനെയാണ് പ്രധാന അഭിനേതാക്കൾ. കോളിൻസ് ജോസ് ഛായാഗ്രഹണവും മനു ഷാജു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രമുഖ നടൻ ശങ്കർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന എറിക്ക് എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ഗീതിക തിവാരി, ഹേമന്ത് മേനോൻ, പ്രേം പ്രവീൺ, മനു കുരിശിക്കൽ, കിരൺ പ്രതാപ്, രാംജി ആഷ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 90% UK-യിൽ ചിത്രീകരിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീജിത്ത് പഞ്ചേനിയാണ്. ഹരീഷ് മേനോൻ എഡിറ്റിംഗും ഗിരീഷ് കുട്ടൻ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. ഇന്ന് തിയേറ്ററിൽ നിന്ന് 5ാമത്തെ മലയാള സിനിമയാണ് JC ജോർജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന പിൻവാതിൽ. മിഹിര ഗുരുപാദപ്പ, ജിങ്കോ ജാക്ക്, സുരേന്ദ്രൻ കുറുവിലങ്ങാട്, KPC രാജേന്ദ്രൻ, സിബി വള്ളൂരാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. മധു അമ്പാട്ട് ഛായാഗ്രഹണം നിർവഹിച്ച ഈ സിനിമ B ലെനിനാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. പ്രശാന്ത് മുരളി തിരക്കഥ സംവിധാനം ചെയ്യുന്ന ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുന്നുണ്ട്. ധന്യനാഥ്, പ്രദീപ് ജേക്കബ്, യഷിക എമിൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. അനിൽ വിജയ് DOPയും സുനീഷ് സെബാസ്റ്റ്യൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ആനന്ദ് മധുസൂദനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കന്നഡയിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെടുന്ന സിനിമയാണ് ശേഷ 2016. പ്രദീപ് അരസിക്കര തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ശിവ, ഡീൻ ഡേവിസ്, പ്രമോദ് ഷെട്ടി, ശ്രീജിത്ത് രവി, അർച്ചന കൊട്ടികെ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. RS ആനന്ദകുമാർ ഛായാഗ്രഹണവും അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പൂർണ്ണചന്ദ്ര തേജസ്വിയാണ്. കെന്തിരൻ V തിരക്കഥ സംവിധാനം ചെയ്യുന്ന വടം എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ വിമൽ, നടരാജൻ സുബ്രഹ്മണ്യം, സംഗീത കല്യാൺ, ബാലശരവണൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. DOP പ്രസന്നകുമാറും എഡിറ്റിംഗ് സാബു ജോസഫുമാണ്. ഇമ്മാൻ ആണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിൽ നിന്ന് 2ാമത്തെ തമിഴ് സിനിമയാണ് കാതൽ റീസെറ്റ് റിപ്പീറ്റ്. ചിത്രം തിരക്കഥ സംവിധാനം ചെയ്യുന്നത് AL വിജയാണ്. മധു മുകേഷ്, ജിയ ശങ്കർ, അർജുൻ അശോകൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. അരവിന്ദ് കൃഷ്ണ DOPയും അന്തോണി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഹാരിസ് ജയരാജാണ് സംഗീത നിർവഹണം ചെയ്തിട്ടുള്ളത്. പ്രവീൺ ശരവണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന മുസ്തഫ എന്ന തമിഴ് സിനിമയും ഇന്ന് തിയേറ്ററിലെത്തുന്നുണ്ട്. സതീഷ്, സുരേഷ് രവി, മോണിക്ക ചിന്നക്കൊള്ള, മാനസ ചൗധരി എന്നിങ്ങനെയാണ് താരങ്ങൾ. KS വിഷ്ണുശ്രീ DOPയും ദിനേശ് പൊൻരാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ജോൺസ് റൂബർട്ടാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ചരക്ക് ഫെയർ ഓഫ് ഫെയ്ത്ത് എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുന്നുണ്ട്. സുദീപ് തോസൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അജ്ഞലി പാട്ടീൽ, സാഹിദുർ റഹ്മാൻ, സുബ്രത ദത്ത, ശശി ഭൂഷൺ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഫെബ്രുവരി 27 തിയേറ്ററിലെത്തി വമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തായ്ക്കിഴവി എന്ന തമിഴ് സിനിമ ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 25 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 35 കോടി രൂപയും നേടിയെടുത്തിരുന്നു. 9 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ഇന്ന് 7 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. കൂടാതെ 3 തമിഴ് സിനിമ, 1 ഹിന്ദി സിനിമ എന്നിങ്ങനെ 11 സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. കഴിഞ്ഞ വാരം തിയേറ്ററിലെത്തി വമ്പം വിജയം നേടിയെടുത്ത തായ്ക്കിഴവി എന്ന തമിഴ് സിനിമ ഇന്ന് മുതൽ കേരളത്തിലും പ്രദർശനം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച 12 സിനിമകളാണ് കേരളത്തിൽ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.